3 പ്രാവശ്യം ഫെയിലായവരെ നമ്മളെടുക്കും, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ആയി, ഇരുത്തം വന്നു, മച്ചുവറായി, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ആ ലെവലിലുള്ളവർ പറയുന്നത്. വേറെ സാധനമാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരും പറ്റുന്ന എന്താണ്, നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫെയിലിയറിൽ നിന്ന് പാഠം പഠിക്കുക. ഫെയിലിയേഴ്സ് ഉണ്ടാവും, എന്തിനും ഫെയിലിയർ ഇല്ലാത്തൊന്നുമില്ല. ഫെയിലിയറിൽ നിന്ന് പാഠം പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫെയിലിയർ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിജയം. അതായത് ഒരു ECG ഗ്രാഫിൽ നമ്മൾ താഴോട്ട് പോകുന്ന പോലെ പോകുമ്പോൾ ഏറ്റവും താഴോട്ട് പോകുന്ന ഒരാൾക്കാണ് മുകളിലേക്ക് ഏറ്റവും കൂടുതൽ പൊങ്ങാനുള്ള പോസിബിലിറ്റി. ഒരു ഫെയിലിയർ ഉണ്ടാകാത്തവർക്കല്ല. ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെയർ ടു ഫെയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ആൻ്റണി റോബിൻസൺ. വലിയ വലിയ കമ്പനികളുടെ CEO-മാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബുക്കാണ്. അതിനകത്ത് ഓരോ CEO-യുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാൾ പറഞ്ഞിരിക്കുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നത് എൻ്റെ മോൻ 30s-ലാണ്, 30-കളിലാണ്. ഇതുവരെ ജീവിതത്തിൽ അവൻ ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതാണ് എന്നെ പുള്ളി ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാരെന്നാ പറയുന്നത്, എൻ്റെ മകൻ അവനൊന്നും പറയണ്ട, അവൻ പോയത് എല്ലാം ഇതായിപ്പോയി, പരാജയമായിപ്പോയി, നല്ല ഭയങ്കര മെടുക്കണം, അവൻ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ തോറ്റിട്ടേ ഇല്ല. അപ്പോൾ മറ്റവരൊക്കെ പറയുന്നത് നേരെ തിരിച്ചാണ്. അവർ പറയുന്നത് 30-കളിലാണ് അവൻ ഇതുവരെ പരാജയം സംഭവിച്ചിട്ടില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവൻ ഫെയിലായി, മിസറബിളി ഫെയിലാകുന്ന എനിക്ക് കാണണം ഞാൻ മരിക്കുന്നതിന് മുമ്പ്. ഇതാണ് വിവരമുള്ള ദീർഘവീക്ഷണമുള്ളവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടെഡ് എന്ന് പറഞ്ഞാൽ ടെഡ് ടോക്ക് നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ടെഡ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ എൻ്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അവരുടെ ഇന്നാൾ ലേമറിഡിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ സ്പീക്കർ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചിട്ട് ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഇൻട്രാക്റ്റീവ് സെഷനിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനുള്ള അവസരമെന്ന് പറഞ്ഞപ്പം ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഏത് തരത്തിലുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ബിസിനസ്സുകാരായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു. മിനിമം 3 times ഫെയിലായവർ, 3 പ്രാവശ്യം ഫെയിലായവരെ നമ്മളെടുക്കും, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ആയി, ഇരുത്തം വന്നു, മച്ചുവറായി, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ആ ലെവലിലുള്ളവർ പറയുന്നത്. വേറെ സാധനമാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരും പറ്റുന്ന എന്താണ്, നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആൾക്കാർ നമ്മൾ മിഡിൽ ക്ലാസ് ആയി പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെയാണ് കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത്. അവർ മുകളിലേക്കും കണ്ടിട്ടില്ല, താഴെയും കാണുന്നില്ല. മച്യൂരിറ്റി ഉണ്ടാകുന്നത് നമ്മൾ മുകളിലേക്കും താഴോട്ടും ഉള്ള ഈ റേഞ്ചിൽ, എല്ലാ റേഞ്ചും നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് മച്യൂരിറ്റി ഉണ്ടാകുന്നത്. റിയൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനം ഉള്ളവരെയും കണ്ടിട്ടില്ല, അവരെ അടുത്തിടപെട്ടിട്ടില്ല, ഏറ്റവും താഴെയുള്ളവരെയും കണ്ടിട്ടില്ല.